ഹായ് ഫ്രണ്ട്സ്, ഹാപ്പി ദീപാവലി. അപ്പോൾ എല്ലാവരും ദീപാവലി മിഠായിയൊക്കെ കഴിച്ചിട്ടുണ്ടാവില്ലേ? ഞാനിതുവരെ കഴിച്ചിട്ടില്ല. അത് വാങ്ങാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നത്. ഇവിടെ അതാ ദീപാവലി മിഠായി ഓരോ ബോക്സിലാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. കാണാൻ തന്നെ നല്ല ഭംഗി ഉണ്ടാവില്ലേ? ഈ ഒരു ദീപാവലി സമയത്ത് ഓരോ ബേക്കറിയിലും ഇതുപോലെ ഇതിനായിട്ട് ഓരോ സെക്ഷൻ തന്നെ ഉണ്ടാവില്ലേ? ഇവിടെ 3 തരം ബോക്സാണ് കേട്ടോ ഉള്ളത്. ഒരു ബോക്സിൽ പേട ഐറ്റംസ് മാത്രമാണ് ഉള്ളത്. പിന്നെ വേറൊരു ബോക്സിൽ നമ്മൾ സാധാരണ വാങ്ങുന്ന മധുരക്കട്ടി ഐറ്റംസ് ഒക്കെ ആണുള്ളത്. പിന്നെ ലാസ്റ്റുള്ള ബോക്സിൽ രണ്ടും കൂടി മിക്സഡ് ആയിട്ടുള്ളതാട്ടോ ഉള്ളത്. കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ളത് അതാന്ന് തോന്നിയിട്ട് ഞാൻ അതാണ് കേട്ടോ വാങ്ങിയത്. പണ്ട് എൻ്റെ കുട്ടിക്കാലത്തുണ്ടല്ലോ, ഇപ്പോൾ ദീപാവലി മിഠായി കൊണ്ടുവരുന്നോ കാത്ത് ഞങ്ങളിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. ഞങ്ങളെന്ന് പറഞ്ഞാൽ ഞാൻ, എൻ്റെ അനിയൻ, എൻ്റെ അനിയത്തി, ഞങ്ങൾ മൂന്നാളിങ്ങനെ കാത്തിരിക്കുകയാണ്. ഇപ്പം അത് കൊണ്ടുവന്നാൽ അന്നപ്പോൾ തന്നെ അത് എല്ലാവർക്കും ഒരുപോലെ എല്ലാ ഐറ്റംസും കട്ട് ചെയ്തിട്ട് പാത്രത്തിലാക്കി തരുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒരുപോലെ ഒരേ ഐറ്റംസൊക്കെ കഴിക്കാൻ കിട്ടുമല്ലോ. അങ്ങനെ അതിന് കേട്ടോ ഞങ്ങൾ കഴിക്കൽ. ഇപ്പോഴൊന്നും പിന്നെ അങ്ങനെയൊന്നും ഉണ്ടാവില്ലല്ലേ. അങ്ങനെ കട്ട് ചെയ്യുന്ന വീടുകളുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇപ്പോൾ അതാ ഞാൻ ഏതായാലും കൊണ്ടുപോകുന്നതിൽ ബാക്കി ഇതൊക്കെയാണ് കേട്ടോ കിട്ടിയത്. അപ്പോൾ ഞാൻ കൊണ്ടുപോകുന്നതിൻ്റെ പുറമെ അതാ ഞങ്ങൾ സ്ഥിരമായിട്ട് വാങ്ങുന്ന സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഒരു പാക്കറ്റ് ദീപാവലി മിഠായിയും കൂടി കിട്ടി കേട്ടോ. അപ്പോൾ ഫ്രീ ആയിട്ട് കിട്ടുമ്പോൾ നമുക്ക് അതും കൂടി ഒരു സന്തോഷമല്ലേ. എന്നാൽ ശരി.